ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ കുറച്ച് ടിപ്സ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC സ്റ്റുഡൻസ് തീർച്ചയായിട്ടും എക്സാം എഴുതാൻ പോകാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം, വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക, അല്ലാതെ ഓവർ ടെൻഷനായിട്ടൊന്നും പോകരുത്. കാരണം നിങ്ങൾ പഠിച്ചതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ ശരി തന്നെയാണ്, നിങ്ങൾ കുറച്ചേ പഠിച്ചുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് പഠിച്ചത് എത്രയും അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പരീക്ഷ സമയത്ത് ആൻസറെല്ലാം ക്ലിയറായിട്ട് എഴുതും, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോകും. അങ്ങനെ ഒരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് എഴുതിയത് അതേ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ സൈഡിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയെന്ന് വരെ വരും. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് എന്തായാലും പോകും. ചില ടീച്ചർമാർ മാത്രമേ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് തന്ന് നമുക്ക് മാർക്ക് തരുള്ളൂ. ചില ടീച്ചേഴ്സ് അത് വെട്ടി തന്നെ കളയും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൂട്ടർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൻസേഴ്സിന് മാത്രമേ ടീച്ചേഴ്സിന് മാർക്ക് തരാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷേ നിങ്ങളിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും അവിടെ ഇട്ട് തരാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യം ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യം, നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാത്തതോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കണം. ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് തരും. എന്ന് വെച്ചാൽ ചില ടീച്ചേഴ്സുണ്ട് നമുക്ക് പേപ്പർ തിരുത്താൻ നേരത്ത് അവരുടെ മനസ്സലിവ് കാരണം ഇപ്പോൾ നമുക്ക് ജയിക്കാൻ ഒരു മാർക്കൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ആ മാർക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അരമാർക്ക് ഇട്ട് നിങ്ങളെ ജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആദ്യം എഴുതുക. അവസാനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോവുക. കാരണം അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളുള്ള ഒരു സംശയമാണ്, കോപ്പി അടിച്ചാൽ നമുക്ക് മാർക്ക് കുറയുമോ, കോപ്പി അടിച്ച ടീച്ചേഴ്സിന് അത് മനസ്സിലാവുമോ, നമ്മൾ ഈ പേപ്പർ തിരുത്തായിരിക്കുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും? ഒരു കാരണവശാലും മനസ്സിലാവില്ല. നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവത്തില്ല. കാരണം ഓരോരോ പേപ്പറും ഓരോരോ സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കോപ്പി അടി എന്ന് പറയുന്ന സംഭവം എന്തായാലും പിടിക്കില്ല. ഇതുവരെ നിലവിൽ കോപ്പി അടി എന്ന് പറയുന്ന സംഭവം പിടിക്കപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വർഷം അങ്ങനെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ വർഷം അങ്ങനെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കോപ്പി അടിക്കണമെന്നുകൊണ്ട് ഒരു വിഷയവുമില്ല. തുണ്ട് വെച്ചാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതാണ് അടുത്ത ചോദ്യം. ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. തുണ്ട് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുമോ? തുണ്ട് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അവിടെ നിങ്ങൾക്ക് നിൽക്കുന്ന ഇൻവിജിലേറ്റർ ആരാണോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ ടീച്ചർ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഈ തുണ്ട് വെച്ചതെല്ലാം പിടിക്കും. പക്ഷേ പിടിച്ചിട്ട് അത് അവിടെ അവർ വലിച്ച് കളയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് എഴുതാൻ പറയും. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് പറയും. അല്ല നിങ്ങളെ ഡീബാർ ചെയ്യുകയും നിങ്ങളെ പരീക്ഷ എഴുതാതിരുത്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. എന്താ കഴിഞ്ഞാൽ തുണ്ട് വയ്ക്കുന്ന കാര്യം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും പഠിച്ചാൽ തലയിൽ കയറില്ല, അങ്ങനത്തെ ഗതികെട്ട അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ തുണ്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ജയിച്ചാലല്ലേ നമുക്ക് അടുത്ത കടമ്പയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളു വഴി. അതുകൊണ്ട് തുണ്ട് വയ്ക്കാൻ അത്ര വലിയ തെറ്റൊന്നുമില്ല. തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ പോലും അതിന് കൂടുതൽ ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. നിങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാതിരിക്കുന്നത്, അങ്ങനത്തെ പല പരിപാടികളുണ്ടല്ലോ. അതൊക്കെ ഈ പരീക്ഷയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. കാരണം SSLC എന്ന് പറയുന്നത് അടുത്ത കടമ്പയാണ്. സിമ്പിൾ പരീക്ഷയാണ് SSLC. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരും കൂടെ എത്തിക്കുക. അവർക്ക് ഇത് അറിഞ്ഞുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അത് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വീഡിയോ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ഞാൻ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.